ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഷർമിന. വെൽക്കം ടു ഷർമീസ് ടോക്കീസ്. അപ്പോൾ നമുക്കിന്ന് കപ്പ താളിച്ചത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം കേട്ടോ. ആദ്യമേ കപ്പയുടെ തൊലിയെല്ലാം കഴിഞ്ഞ് നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം നമ്മൾ കപ്പ നുറുക്കി കുഞ്ഞായിട്ട് നുറുക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് നുറുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നുറുക്കാം. പിന്നെ കപ്പയുടെ വേവിനനുസരിച്ച് ചെറുതായിട്ട് നുറുക്കണായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. അത് വെള്ളം ഒഴിക്കുന്ന കാണിക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതിനുശേഷം നമ്മളൊരു കുക്കർ അടച്ച് വെച്ച് നമ്മൾ 4 വിസിൽ വേഗണ വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ സവോള, കറിവേപ്പില, വെളുത്തുള്ളി ഇത് 3 ആട്ട് താളിക്കാൻ വേണ്ടി എടുക്കുന്നത്. നിങ്ങൾക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതും വെച്ചും താളിക്കാം. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടും വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ആയിട്ട് നമുക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ഇടാം, അല്ലെങ്കിൽ സവോള ഇടാം കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് ഇടുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ സവോള ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കും കേട്ടോ. അതിന് ശേഷം അത് നന്നായിട്ട് യോജിപ്പിക്കുക. അത് നന്നായിട്ട് ബ്രൗണിഷ് കളർ ആകുന്നത് വരെ അത് നന്നായിട്ട് മൊരിയിക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബ്രൗണിഷ് കളറാകും വരെ നമുക്കത് വെയിറ്റ് ചെയ്യാമേ. അതിനുശേഷം നമ്മൾ കപ്പ തുറന്ന് നോക്കുക. കപ്പ നന്നായിട്ട് വെന്ത് കാണും. അപ്പോൾ നമ്മൾ കപ്പ നല്ലപോലെ ഉടച്ചെടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് ഉടച്ചെടുക്കണമെങ്കിൽ ഉടച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട് ആ കപ്പ. നല്ല പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് പറയുന്നത്, പൂ പോലെ വെന്തിട്ടുണ്ട് കേട്ടോ കപ്പ എന്തായാലും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുക്കാമേ. അതിനുശേഷം നമ്മൾ നമ്മുടെ വറവിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലീസും കൂടെ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് ക്രഷ്ഡ് ചില്ലീസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച കപ്പയിലേക്ക് ഇടുക. കപ്പയിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക, ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കപ്പയാണെങ്കിൽ വീണ്ടും നന്നായിട്ട് കുത്തി ഇളക്കി അതിനകത്തേക്ക് കപ്പയും താളിപ്പും കൂടെ യോജിച്ചതിന് ശേഷം നന്നായിട്ട് കുത്തി ഇളക്കി കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഒരു വേവിനനുസരിച്ച് വേവിച്ച് കുത്തി ഇളക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ കപ്പ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കപ്പ താളിപ്പ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് പറയാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.